സൈനോര ഫിലിപ്പ് ഗായിക നമ്മോടൊപ്പമുണ്ട്. സൈനോര, ഒരു മലയാളിയെ സംബന്ധിച്ച് ഇത് വലിയ ഷോക്കിംഗ് ആയ പുതുമയുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിറത്തിൻ്റെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഒക്കെ ഒരു തരത്തിൽ അവഹേളിക്കപ്പെടുക എന്നുള്ളത് ഈ കാലത്ത് ഉണ്ട് എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ ആളുകൾ കോൾ ഔട്ട് ചെയ്യുന്നു, തുറന്നു പറയുന്നു. ആ തുറന്നു പറയുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടുന്നു എന്നുള്ള കാര്യം പോസിറ്റീവായി എടുക്കുന്നുണ്ടോ സൈനോര? തീർച്ചയായിട്ടും. ഇപ്പം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ വന്ന സമയത്തും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര ആളുകൾ സംസാരിച്ചാലും എത്രമാത്രം പ്രോഗ്രസീവായിട്ട് നമ്മുടെ കേരള സമൂഹം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാലും ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട ചില ബിലീഫ്സും ചില സിസ്റ്റംസും ആണ്. അപ്പം ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ അവനവൻ വിചാരിച്ചാൽ മാത്രമേ അതിനെ ഒന്ന് അൺലേൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കറുപ്പ് എന്നുള്ളത് ഒരാളുടെ ചർമ്മത്തിന്റെ കളർ മാത്രമാണെന്നും അയാളുടെ ഹോൾ സ്വത്വം, അതായത് അയാളുടെ ഹോൾ എസൻസിനെ ഡിഫൈൻ ചെയ്യുന്നതല്ല ഒരു പിന്നെ സ്കിൻ കളർ എന്നുള്ളതും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം മുമ്പും ഒക്കെ പിന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കൂടുതൽ ബോധവാന്മാരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും സൈനോര, ഈ നിറം മാത്രമല്ല, ഇപ്പോൾ ശാരീരികമായ പ്രത്യേകതകൾ അതെന്തുമാകാം. കുറച്ച് കൂടുതലായുള്ള വണ്ണമാകാം, അതല്ലെങ്കിൽ ഈ നീളത്തിലുള്ള വ്യത്യാസമാവാം, മറ്റ് പല കാര്യങ്ങൾ. അപ്പോൾ ശാരീരികമായ സവിശേഷതകളെ ഒരു തരത്തിൽ അവഹേളനത്തിനുള്ള മാർഗമാക്കുക എന്നുള്ളത് നമ്മൾ ഒരു നടപ്പ് രീതിയായി ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് പോപ്പുലർ കൾച്ചറിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഓരോന്നിനെയും എടുത്തെടുത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയമായ ശരിയുടെ നിലയിലേക്ക് പുതിയ തലമുറയെങ്കിലും മാറുന്നുണ്ട്. ഏതെങ്കിലും ശാരീരികമായ സവിശേഷതകൾ വട്ടപ്പേര് വിളിക്കാനുള്ളതല്ല എന്ന് ഇന്നത്തെ കുട്ടികളെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ സൈനോരയ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പത്തെ സോഷ്യൽ സ്പേസസ് എടുത്ത് നോക്കിയാൽ തന്നെയും ഇപ്പം ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ആൾക്കാരുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും അതെ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതെ. പക്ഷെ ഇങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആളുകളെ വേണ്ടി ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസാവഹമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ്. ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതാണെന്നുള്ളത് നമ്മുടെ ഒരു പഴയ ഒരു ജനറേഷന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എത്രയോ വേദികളിലും എത്രയോ സ്പേസസിലും ഞാനിതിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതെന്താണെന്നറിയോ, ഇങ്ങനെയൊരു സൊസൈറ്റിയിൽ നിന്ന് വളർന്നു വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇപ്പം ഒരു ഡാർക്ക് കളർ സ്കിന്നുള്ള ഒരാൾക്ക് എത്രയോ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു മനോഭാവം എനിക്ക് തന്നെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാലങ്ങളെടുത്താണ് ഞാൻ അതിനെ തരണം ചെയ്യുന്നത്. അത് വളരെ നമ്മളുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് കൊണ്ടാണ് നമ്മൾ അതിനെ മറികടക്കുന്നത്. ഇപ്പൊ സൊസൈറ്റി എന്തൊക്കെ പറഞ്ഞാൽ, സൊസൈറ്റിയിലെ ഈ എന്താ പറയാ, ഈ മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്ന അഫർമേഷൻസ് കൊണ്ടാണ് ആക്ച്വലി സ്ട്രെങ്തോട് കൂടിയിട്ടും കുറച്ചെങ്കിലും ബോൾഡായിട്ടും കുറച്ചെങ്കിലും കാര്യങ്ങളെ നല്ല വ്യക്തമായിട്ട് കാണാൻ എനിക്ക് പോലും സാധിക്കും. തീർച്ചയായിട്ടും അതൊരു സമൂഹം ഏറ്റെടുക്കേണ്ട തുടർച്ച ആവശ്യമുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ്.